എന്താ പറ്റി എല്ലാവർക്കും? സെയിം ഓൾഡ് തിങ്സ്, നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. ഇതും വെച്ചിട്ടാണ് സിറ്റിയിലെ നമ്പർ 1 കമ്പനി ആകാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ. ഐ തിങ്ക് യു ഗൈസ് ആർ ലൂസിങ് ഫോക്കസ് യാർ. മനോജ് താനൊന്നും മോണിറ്റർ ചെയ്യണില്ലേ? സർ ആക്ച്വലി ഇവിടെ പലരും നല്ല ഉഴപ്പാണ്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. ബട്ട് ഒരു പ്രസൻറ്റേഷൻ കൂടെ സാർ, അത് ലക്കിയുടെ പ്ലാനാണ്. ലക്കി ഒന്ന് പ്രസൻറ്റേഷൻ കൊടുക്കും, അതും കൂടെ സാർ ഒന്ന് കേട്ടു നോക്കണം. ഓക്കെ, ഗോ ഓൺ. വെള്ളൻ മനോജ്, തൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്. താങ്ക് യു സർ. ലക്കി, നല്ല കോൺസെപ്റ്റ്, നല്ല ഉഗ്രനായിട്ട് പ്രസൻറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തതല്ല. പിന്നെ ഈ കോൺസെപ്റ്റ് മീനാക്ഷിയുടെയാണ്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം. അല്ല, മീനാക്ഷി പ്രസൻറ്റ് ചെയ്യാണ്ടിരുന്നത് അത് അവൾക്ക് സുഖമില്ലായിരുന്നു സാർ. ഒരു രാവിലെ തുടങ്ങിയതാ, ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിവേസ് യു ഹാഡ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സർ. മീനാക്ഷി ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടല്ലേ സർ? തനിക്ക് ആരാ വേണ്ട വെച്ചാൽ തൻ്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായി സമയം എടുത്ത് ആലോചിച്ചിട്ട് മതി. ഓക്കെ? ആ പിന്നെ തരുമ്പോ നല്ല ഒരെണ്ണം തരണേ. ഐ ആം സോ എക്സൈറ്റഡ്. യു വെൽക്കം. എന്തിനാണ് ഈ വെറുതെ ടെൻഷൻ അടിപ്പിച്ചേ? അതെന്താന്നറിയോ, ഇന്ന് നിന്റെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു. ഈ മൂഡ് വെച്ച് കേറിയിരുന്നെങ്കിലേ മൊത്തം കൊളായേനെ. അപ്പോഴാണ് ആ കോന്തൻ മനോജ് ഒരു ഐഡിയ ആയിട്ട് ഇറങ്ങിയത്. ഞാൻ അതിന്റെ മുകളിലൊരു ഐഡിയ ഇറക്കിയതാ. അവൻ നമ്മളോടാ ഡിവൈഡ് ആൻഡ് റൂള്. അതന്നെ, എന്റെ ലക്കിയുടെ അടുത്ത് അവന്റെ നമ്പർ. അയ്യേടാ, എന്നാലും അവൾക്കൊരു സോറി പറയാൻ പറ്റില്ല. എന്നിട്ട് അവളൊരു സോറി പറയണ്ട നോക്കിയേ. സോറി പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാ. ഞാൻ എംഡിയോട് പറയാൻ പോവാ. കൊച്ചിയിൽ തിരിച്ചെത്തിയ ഉടനെ സുനില് അവൻ കണ്ടെത്തിയ കാര്യങ്ങൾ കംപ്ലീറ്റ് വീണയായിട്ട് ഷെയർ ചെയ്യുന്നു. വീണ അതിനവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വിവരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിച്ച് വില്ലനെ അറസ്റ്റ് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ സാറിപ്പം ഞെട്ടാൻ പോവാണ്. സുനിൽ സമ്മതിക്കുന്നില്ല. അത് നന്നായി. അപ്പൊ വില്ലനെ അറസ്റ്റ് ചെയ്യണ്ടേ? എടോ, ഈ വില്ല എനിക്ക് വർക്കൗട്ട് ആവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ അയാളും ചെയ്യുന്നു. അങ്ങനെ തെറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ വില്ലൻ ഭയങ്കര ക്രൂരനാണ്. അതൊക്കെ ആയിരിക്കും. പക്ഷെ തൻ്റെ വില്ലൻ വളരെ പോസിറ്റീവായിട്ടും നന്മയുടെ പ്രതീകമായിട്ടും ഒക്കെയാ തോന്നുന്നു. എന്താ ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യമല്ല സാർ, സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ വില്ലനെ പറ്റി ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്. എടോ, വില്ലനായാലും നല്ലത് ചെയ്താൽ നല്ലത് പറയണം. അയ്യോ, നല്ലത് ചെയ്യുന്നതായിട്ടാണോ തോന്നുന്നത്? അതെ. അതായത് അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു റൂത്ത്ലെസ് കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല. ഞാൻ ഒന്നും കൂടെ വർക്ക് ചെയ്തിട്ട് ഈ വില്ലനെ നല്ല ക്രൂരനായൊരു വൃത്തികെട്ടവനാക്കി മാറ്റും. എന്നിട്ട് സാറിനോട് ഒന്നും കൂടെ കഥ പറയും. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സാർ കാർക്കിച്ച് തുപ്പണം. തുപ്പിയിരിക്കും. എന്നെയല്ല. എടോ, വില്ലനെ. വില്ലനെ വില്ലനെ കൊണ്ട് അങ്ങനെ ഇവിടെ ലേഡീസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അതിന് അല്ല, ചോദിച്ചേ ഉള്ളൂ. മൊത്തത്തിലുള്ള വൃത്തിയൊക്കെ കണ്ടിട്ടെ. താൻ റൈറ്ററാന്ന് ഞാൻ ഗസ് ചെയ്തില്ലേ, അതുപോലെ. താങ്ക് യു സർ. താങ്ക്സ് അവിടെ കേട്ടെ. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. താങ്ക്സ് പറഞ്ഞ അതിനല്ല. പിന്നെ സാറ് ഈ വീട്ടിലെ കുട്ടികളെ പറ്റിയേ വല്ല ഊളവർത്താനും പറഞ്ഞിരുന്ന കഥയും കാവടിയായിട്ടൊക്കെ ഇവിടെ തീർന്നേനെ. മനസ്സിലായില്ലേ? സാർ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് താങ്ക്സ്. പിന്നെ സാർ ചോദിച്ചതിൻ്റെ ഉത്തരം, എൻ്റെ 2 പെങ്ങന്മാരാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ 2 ഫ്രണ്ട്സും ഉണ്ട്. കഥ പറയാം. വില്ലനെ ഞാൻ ക്രൂരനാക്കും സാർ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഭയങ്കര നല്ലവനാണ്. അതാണ് എനിക്ക് ഈ സിനിമയിലൊന്നും ഗതി പിടിക്കാത്തത്. അതൊക്കെ ശരിയാവൂടോ. ആണോ? ഉറപ്പ്. അപ്പൊ തന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വരും? അവരൊക്കെ ഒരു 1 മണിക്കൂറിനകത്ത് ഓരോരുത്തരെ വന്നു തുടങ്ങും. അപ്പൊ അടുത്തത് എന്താ പരിപാടി? പരിപാടി വിറ്റാണ്. ഇന്ന് രാവിലെ ഒരു കാര്യമില്ലാണ് 1-2 പറഞ്ഞ് എല്ലാവരും തമ്മിൽ തെറ്റി. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടേ ഇല്ല. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ്. താൻ കുക്ക് ചെയ്യും? കുക്ക് ചെയ്യും, അത്യാവശ്യം തെറ്റില്ലാതെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യും. എന്നാ വാടോ, ഞാനും കൂടാ. സാറിന് അതൊരു ബുദ്ധിമുട്ടാവില്ല? അത് എന്ത് ബുദ്ധിമുട്ട്? അത് മാത്രമല്ല, ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷും ഉണ്ടാക്കി തരാം.
ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസർ എനിക്ക് കുക്ക് ചെയ്ത് തരാന്നൊക്കെ പറയുന്നത്. സ്നേഹമുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരു സന്തോഷമല്ലേ ഉള്ളൂ. സാർ മൊത്തത്തിൽ ഫീൽ ഗുഡിന്റെ ആളാണല്ലേ. എന്നാ വാ, വെൽക്കം. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. അയ്യേ സാമ എന്താ ഇവിടെ ഇരിക്കണേ? എന്താ ഇവിടെ ഇരുന്നാല്? എന്താ അങ്ങോട്ട് വരാത്തെ? മൂടില്ല. ഞാൻ കാലത്ത് അങ്ങനെ പറഞ്ഞോണ്ടാ. നീ എന്താ പറഞ്ഞേ? ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന്. അങ്ങനെ പറഞ്ഞ സങ്കടാവും. സങ്കടായാൽ സങ്കടം മാറ്റണം. സങ്കടം മാറ്റാൻ സോറി പറയണം. ഒന്ന് പറഞ്ഞോ. സോറി സാം. വാ. നീ ഭയങ്കര റൊമാൻറ്റിക് അല്ലേ? എനിക്ക് പഠിപ്പിച്ചോ. എന്തിനാണ്? ആരെ വിളിക്കാൻ നീ എന്നിട്ട്? പടാ. നിന്റെ പിണക്കം മാറിയാ? ആരോടെ വണക്കം? നീയല്ലേ രാവിലെ പിണങ്ങിയിരിക്കണ്ടായിരുന്നേ? എനിക്ക് ആരോട് വണക്കം ഉണ്ടായിരുന്നു? അയ്യേ, നീയേ രാവിലെ പിണങ്ങി- രാവിലത്തെ കാര്യം കഴിഞ്ഞല്ല, ഇന്നത് വിട്ടേക്ക് മതി. എന്റെ പൊന്നോ. ഈ വീട്ടിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുവോ? സൂക്ഷിച്ച്. എനിക്കാരും സഹായിച്ചില്ല. ഞാൻ സഹായിക്കാം. ദാ, ഇനി പിടിക്കാവോ? ഇതൊന്ന് പിടിച്ചു. അങ്ങനെ തന്നെയല്ലേ മലയാളത്തിൽ പറഞ്ഞത്, പിടിക്കാന്ന്. ആ കൊള്ളാലോ, വാ. ഇപ്പൊ സമർത്ഥമാണല്ലോ. എടുക്കാൻ പറ്റേ? എനിക്കത് സംസാരിക്കാനുണ്ട്. സുഹൃത്തുക്കളെ, എന്തോ രാവിലെ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. നമ്മളെല്ലാവരും അനാവശ്യമായി വഴക്കിട്ടു. അതിനൊക്കെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും നമ്മൾ ഓരോരുത്തരോടും തന്നെ മാപ്പി വയ്ക്കുന്നു. ലക്കി ഞാനും അവരവരുടെ അഭിപ്രായം പറയുക മാത്രമായിരുന്നു ചെയ്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിനാഷിൻ്റെയും മീനുവിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ അവരവരുടെ സ്നേഹം തമ്മിലറിഞ്ഞ് പെയ്തൊരു മഴയാണ് രാവിലത്തെ വഴക്ക് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സാമേ, നിന്നോട് എന്ത് പറയാനാണ്? എല്ലാരും ഹാപ്പി അല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? മേലാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പറയില്ല. പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വേണം. അല്ലാതെ ഊള പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ. മനസ്സിലായോ? എല്ലാരും ഹാപ്പി അല്ലേ? എന്നാ കഴിക്കാൻ വാ. അത് ഈ വീടിന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഗംഭീര കട്ട്ലറ്റ്. ഇത് ഇവിടെ തന്നെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഇലയാണ്. ഇത് ചിപ്സ് ഏതോ ഹോട്ടലിൽ ഏതോ ബംഗാളി ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ എല്ലാ സന്തോഷത്തിനും വേണ്ടി നിങ്ങൾ ഇന്ന് അടുത്തും കുടിച്ചിട്ടുണ്ടാവില്ല ഫിൽട്ടർ കോഫി. എൻജോയ്. കഴിക്കേ. മീനോട് എന്താണ് പറ്റിയടാ? നീ എന്താണ് ഇവിടെ കൊടുത്തത്? എടാ എന്താണ് പറ്റിയത് പറയടാ. ഏട്ടനുണ്ടാക്കണ അതേപോലത്തെ കട്ട്ലറ്റ്. എന്നത് മുഴുവൻ നീ കഴിച്ചോ? ചേട്ടനെ മോശമാണോ? അങ്ങനെയല്ലടാ, ഏറ്റവും ഉണ്ടാക്കണ കട്ട്ലറ്റ് പോലെ ഉണ്ടെന്ന്. വേണ്ട, നീയും കഴിച്ചോ, കുഴപ്പമില്ല. കഴിച്ചോ. അതെടുത്തോ, അതും എടുത്തോ.